പക്ക മാസ് പടമാണത്. പ്രേക്ഷകരൊക്കെ കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സാധനമല്ലേ, അതാണിപ്പോൾ ഒന്നാണ് ഈ പടം. The Trendsetter movie of 2025. அவர் ஏன் வரணுங்கிற காரணங்களை ആധാരത്തോടെ അപ്ലോഡ് பண்ணுவோம். വിജയുടെയും അല്ലു അർജുന്റെയും പടത്തിലൊന്നും എസ്തെറ്റിക്സ് പോരെയെന്നും പറഞ്ഞ് നടന്ന രാജുവേട്ടൻ വിജയ് പടവും അല്ലു അർജുനും പടവും വളരെ മോശമായിട്ടുള്ള എസ്തെറ്റിക്സും അതിലും താഴ്ന്ന എസ്തെറ്റിക്സിൽ വിജയ് അല്ലു അർജുൻ പടത്തിന്റെ അതേ ഫോർമാറ്റിൽ പണ്ണാൻ നോക്കി പാളി പോയൊരു പടം. അതായത് ആദ്യം ഒരു ഫൈറ്റ്, പിന്നെ ഒരു ഡാൻസ്, പിന്നെ ഫൈറ്റ്, പിന്നെ ഡാൻസ്, പിന്നെയും ഫൈറ്റ്, പിന്നെയും ഡാൻസ്. സംഭവമൊക്കെ കളറായിരുന്നു, പക്ഷെ ചെയ്തത് ഈ പടത്തിലായി പോയി. ഹീറോ 2012 റിലീസ് ചെയ്ത് അന്ന് അധികം പ്രേക്ഷക ശ്രദ്ധ കിട്ടാതെ പോയ ഹീറോ പടത്തെ ഇന്ന് 2025 എമ്പുരാൻ പോലെ ഒരു ബിഗ് ബഡ്ജറ്റ് പടം ചെയ്ത കുറ്റത്തിന് നാട്ടുകാരെ കൊണ്ട് ഏറിൽ കെട്ടിച്ച് അന്ന് കിട്ടാതെ പോയ പ്രേക്ഷക ശ്രദ്ധ ഇന്ന് നേടിക്കൊടുത്തിരിക്കുകയാണ് നമ്മുടെ രാജുവേട്ടൻ. ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്ന കണ്ടില്ലേ? അപ്പൊ പടം തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ രാജുവേട്ടന്റെ കോളനിയായ 5 സ്റ്റാർ കോളനി ഒഴിപ്പിക്കാനായി ഒരു വില്ലൻ വരുന്നിടത്താണ്. അവൻ അവിടെ വന്ന് രാജുവേട്ടന്റെ നാട്ടുകാരെയൊക്കെ ഉപദ്രവിക്കും. അപ്പൊ ആ നാട്ടുകാരൊക്കെ പറയുകയാണ്, ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി കേരള തലപതി വരുമെന്ന്. യെസ് ഗൈസ്, ഇറ്റ്സ് ടൈം ഫോർ അവർ രാജുവേട്ടൻസ് ഇൻട്രോ. ആ കോളനിയെ രക്ഷിക്കാൻ വേണ്ടി തലപതി വിജയനെ പോലെ നമ്മുടെ രാജുവേട്ടൻ വരികയാണ്. തലപതി വിജയനെ പോലെ എന്നൊക്കെ പറഞ്ഞാൽ ലിറ്ററലി വിജയനെ പോലെ. അതായത് ആ കോളനിയിലെ ഒരു ചെറുക്കൻ ആ വില്ലന്മാരെയൊക്കെ ഓടിപ്പിച്ച് ഒരു ഗോഡൌണിന്റെ ഉള്ളിൽ കയറ്റുന്നു. അപ്പൊ അത് അവിടെ പോക്കിരിയിലെ വിജയനെ പോലെ ബോഡിയിൽ മൊത്തം കടുകടിയും തേച്ച് കക്ഷത്തിൽ 2 ഇഷ്ടികയും തിരികെ നമ്മുടെ രാജുവേട്ടൻ അവിടെ നിൽക്കുന്നത്. പിന്നെ അവിടെ ടാർസൻ ആന്റണിയുടെ തീപ്പൊരി പാർപ്പിച്ചുകൊണ്ടുള്ള അതിയുഗ്രൻ സംഘടന രംഗമാണ്. ലിറ്ററലി തീപ്പൊരി ഫൈറ്റ്. അങ്ങനെ ഫൈറ്റിന്റെ അവസാനം നമ്മുടെ രാജുവേട്ടന്റെ ഒരു മാസ് ഡയലോഗാണ്. ഇത് ആന്റണിയാടാ പറയുന്നത്. ഈ മാസ് ഡയലോഗ് അടിക്കുന്നതിന് മുന്നേ ഒരു രാജുവേട്ടന് നിർബന്ധ. ഇത് ഈ മാസ് ഡയലോഗ് അടിക്കുമ്പോൾ മാത്രമല്ല, ദാ ഇപ്പൊ ഇവരുടെ ബുള്ളറ്റ് ഒന്ന് ബ്രേക്ക് ചെയ്ത് നിർത്തുമ്പോൾ പോലും ഒരു ഇഹിടും. എടാ, ബുള്ളറ്റിന്റെ ബ്രേക്ക് പോലും ആ വണ്ടി നിർത്താൻ ഇത്ര എഫേർട്ട് എടുത്തിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരുപാട് ഇഹുകൾ. സോ ഗൈസ്, അങ്ങനെ ആന്റണിയുടെ ഫൈറ്റ് കഴിഞ്ഞതും ടാർസൻ ആന്റണിയെ പൊക്കി അടിച്ചുകൊണ്ടുള്ള നാട്ടുകാരുടെ കുറച്ച് തീട്ട ഡയലോഗുകളാണ്. 3 പേരുടെ അപ്പി പൈപ്പിട്ടാ എടുക്കും. ഇപ്പൊന്നും അറിയൂല മോനെ, ദിവസം 2 വെച്ചു ആര ദൂരി തുടങ്ങും. അങ്ങനെ ടാർസന്റെ കോളനി മൊത്തം ഹാപ്പി ആയിരിക്കുമ്പോഴാണ് മലയാള സിനിമയിലെ പഴയ ഫീൽഡ് ഔട്ടായ ഫൈറ്റ് മാസ്റ്റർ ധർമ്മരാജന്റെ മോൾക്ക് കല്യാണ പ്രായമാവുന്നത്. എത്രയും വേഗം കല്യാണം നടത്തണമെന്ന്. ബട്ട് ഗൈസ്, ഫീൽഡ് ഔട്ട് ആയിരിക്കുന്ന ധർമ്മരാജൻ മാസ്റ്ററുടെ കയ്യിൽ എവിടെയാ മോളെ കെട്ടിക്കാനുള്ള പൈസ? സോ മോളെ കെട്ടിക്കാൻ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ധർമ്മരാജൻ വീണ്ടും സിനിമയിൽ ഫൈറ്റ് മാസ്റ്റർ ആവാൻ വേണ്ടി ഇറങ്ങി തിരിക്കുകയാണ്. അപ്പൊ അതിനു വേണ്ടി ഒരു ചാൻസ് കിട്ടാൻ ധർമ്മരാജൻ മലയാളത്തിലെ നമ്പർ 1 ആക്ഷൻ മൂവി ഡയറക്ടറുടെ അടുത്ത് പോവുകയാണ്. ഇപ്പോ എന്റെ ക്രേസ് ആക്ഷൻ സിനിമകളാണ്. ഇന്ന് ഞാൻ ആക്ഷൻ സിനിമകൾ ചെയ്യുന്ന എൻജോയ് ചെയ്യുന്നു. യെസ് ഗൈസ്, മീശോ മോഹൻലാൽ ഡയറക്ടർ ആദിത്യൻ. സത്യം പറഞ്ഞാൽ മോഹൻലാലിനെ കാട്ടിലും മോഹൻലാലിംഗ് ആണ് ഈ പടത്തിൽ മീശോ മോഹൻലാൽ. താൻ ഇപ്പോഴും ആ ബസ്സിൽ തന്നെ ബാക്ക് സീറ്റിൽ പുറകിലോട്ട് നോക്കി വായും പഠിച്ചിങ്ങനെ പറഞ്ഞു. ഞങ്ങള് മോഹൻലാലിനെ കണ്ടു. അങ്ങനെ ധർമ്മൻ നേരെ അനൂപണ്ണന്റെ അടുത്ത് പോയി അടുത്ത പടത്തിൽ ചാൻസ് തരുമോ എന്ന് ചോദിക്കും. അപ്പൊ അനൂപണ്ണൻ പറയും, അയ്യോ പറ്റൂല എന്ന്. അഡ്വാൻസ് കൊടുത്ത് കമ്മിറ്റ് ചെയ്ത് പോയ ഒരാളെ ഞാൻ എങ്ങനെ മാറ്റും? അത് കേട്ടതും സൈക്കോ ധർമ്മൻ എണീറ്റ് വളരെ ഇമോഷണലായി നമ്മുടെ അനൂപണ്ണനെ ഒന്ന് ശപിക്കും. ആ ശാപം കേട്ടതും ആകെ പേടിച്ച അനൂപണ്ണൻ അന്ന് രാത്രി തന്നെ ധർമ്മനെ വിളിച്ച് ആ പടത്തിൽ ചാൻസ് കൊടുക്കുകയാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. അതെന്താന്ന് വെച്ചാൽ അനൂപണ്ണൻ ഡയറക്ട് ചെയ്യുന്ന പടത്തിലെ നായകനാണ് പ്രേമാനന്ദൻ. ഇവനാണെങ്കിൽ ഒരു ഫൈറ്റ് പോലും മര്യാദക്ക് ചെയ്യാൻ അറിയൂല. ട്യൂപ്പില്ലാതെ ഒരു അരമതിൽ ചാടാൻ പോലും അവനെ പറ്റും. അതുകൊണ്ട് ഈ പടത്തിലേക്ക് ഒരു അടിപൊളി സ്റ്റണ്ട്മാനെ വേണമത്രേ. സോ അതിനുവേണ്ടി ഒരു നല്ല സ്റ്റണ്ട്മാനെ കിട്ടാൻ ധർമ്മൻ മൂപ്പരുടെ പഴയ ശിക്ഷനായ ബാലയുടെ അടുത്ത് പോകും. പക്ഷെ ഗൈസ്, ധർമ്മനെ കണ്ടതും ബാല പറയും, എനിക്കൊന്നും വയ്യ എന്ന്. അത് കേട്ടതും ധർമ്മൻ നമ്മുടെ ബാലേനെ വളരെ ഇമോഷണൽ ആയി ശപിക്കും. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകും. അപ്പൊ നമ്മൾ വിചാരിക്കും അനൂപണ്ണനെ പോലെ ബാലയും ധർമ്മനെ തിരിച്ചു വിളിക്കുമെന്ന്. പക്ഷെ ഇല്ല ഗൈസ്, ബാല ഈ ട്രാപ്പിലൊന്നും വീഴില്ല. സോ അതിനുശേഷം ധർമ്മൻ വിളിക്കാൻ പോകുന്ന അടുത്ത സ്റ്റണ്ട്മാനാണ് മൂപ്പരുടെ മറ്റൊരു പഴയ ശിഷ്യൻ. അത് മറ്റാരുമല്ല ഗൈസ്, നമ്മുടെ ടാർസൻ ആന്റണി. ഇയാളെ കണ്ടതും രാജുവേട്ടനും പറയും, എനിക്കൊന്നും വരാൻ പറ്റൂല എന്ന്. ഞാൻ ഇപ്പൊ ചെയ്യുന്ന കൊട്ടേഷൻ പരിപാടിയിൽ എനിക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടെന്നും. ഈ കൂലിത്തല്ലും ചില്ലറ കൊട്ടേഷൻ പണിയായിട്ട് നടക്കുന്നതിൽ ഒരു സമാധാനമുണ്ട്. അത് കേട്ടതും സൈക്കോധർമ്മ മറ്റേ പരിപാടി എടുക്കും. മൂപ്പര് നമ്മുടെ രാജുവേട്ടനെ ശപിക്കാൻ തുടങ്ങും. നന്നായി വരും മോനെ, നന്നായി വരും. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ ശാപം കേട്ട് പേടിച്ച ടാർസൻ ആന്റണി അവിടുന്ന് ഇറങ്ങിപ്പോയ സൈക്കോധർമ്മനെ ബ്ലോക്ക് ആക്കി നിർത്തി. ധർമ്മണ്ണ, ഞാൻ വന്ന് സ്റ്റണ്ട് ചെയ്തോളാം എന്ന് പറയുകയാണ്.
ധർമ്മന്റെ ട്രാപ്പിൽ വീഴാത്ത ഒരേ ഒരാൾ ഈ പടത്തിൽ നമ്മുടെ ബാലേട്ടനാണ്. പൃഥ്വിരാജ്, അനൂപ് മേനോനെ ആ ഗ്രൂപ്പിലേക്ക് നിങ്ങളെ എടുക്കുകയാണ്. സോ ഗൈസ്, അങ്ങനെ നമ്മുടെ ടാർസൻ ആന്റണി പിന്നെ സിനിമയിലേക്ക് പോവുകയാണ്. ആ സന്തോഷത്തിൽ നമ്മുടെ രാജുവേട്ടൻ വിജയണ്ണനെ പോലെ ഷർട്ടിന്റെ മേലെ ഷർട്ടുമിട്ട് ഒരു ഡാൻസ് കളിക്കുകയാണ്. അങ്ങനെ ആ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുകയായി. ഫസ്റ്റ് ഡേ തന്നെ ഷൂട്ട് ചെയ്യേണ്ടത് ആ എപ്പിക് സീനാണ്, ദി ഹീറോ ഇൻട്രോ. അപ്പൊ അതിനുവേണ്ടി നമ്മുടെ സൈക്കോ ധർമ്മൻ ഒരുക്കുന്ന സീനാണ്. സാർ എഴുതിയിരിക്കുന്ന പോലെ ഒരു ബൈക്ക് ജമ്പ് തന്നെയാണ് പ്ലാൻ. ടാമ്പിൽ നിന്ന് ബൈക്ക് ജമ്പ് ചെയ്യുന്നതോടുകൂടി രണ്ട് സൈഡിൽ നിന്നും എക്സ്പ്ലോഷൻ ഉണ്ടാവും, ബോംബുകൾ. അത് നമ്മൾ ഗ്രാഫിക്സിൽ ആടി 3 കാറുകളെ ഓവർടേക്ക് ചെയ്ത് ബൈക്കിലാണ്. കേൾക്കുമ്പോ തന്നെ ഒന്ന് ചാർജ് ആവുന്നില്ലേ? കേൾക്കുമ്പോ തന്നെ ഞാൻ ചാർജ് ആവും. സോ ആ സ്റ്റണ്ട് മുതൽ ഈ സിനിമാ സെറ്റിലെ മെയിൻ ആവുകയാണ് നമ്മുടെ രാജുവേട്ടൻ. ഒരു ദിവസം ആ സെറ്റിലെ ഷൂട്ടിംഗ് മുടങ്ങിപ്പോയ ഒരു ഫൈറ്റ് സീന് നമ്മുടെ ടാർസൻ ആന്റണി 5 സ്റ്റാർ കോളനിയിലെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയാത്ത കുറെ മൊണ്ണകളെ വിളിച്ചു വരുത്തി അവരുടെ കയ്യിൽ കുറെ വടിയും കൊടുത്ത് ജൂനിയർ ആർട്ടിസ്റ്റുകളെയൊക്കെ ഒറിജിനലായി തല്ലി കയ്യും കാലും ഒടിപ്പിച്ച് ഒരു റിയലിസ്റ്റിക് ഫൈറ്റ് സീൻ ഷൂട്ട് ചെയ്യും. ആൻഡ് ആ ഫൈറ്റ് സീൻ കണ്ട് ആദിത്യൻ സാർ വളരെയധികം ഇംപ്രസ് ആവുകയാണ്. ഒറിജിനൽ ഫൈറ്റേഴ്സിനെ വെച്ച് കോറിയോഗ്രാഫി ചെയ്യുന്ന സീക്വൻസിനേക്കാൾ എന്ത് സ്റ്റൈലായിട്ട് സംഗതി ലൈവായി. ഒരുത്തൻ അപകടം പറ്റി ആസ്പത്രി കിടക്കുമ്പോഴല്ല ചെറ്റവർത്താനം പറയല്, മനസ്സിലായോ? ഇത് മാത്രമല്ല, ഒരു സീനിൽ ഈ സിനിമയിലെ നായികയ്ക്ക് ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ചാടണം. അപ്പൊ അതിനുവേണ്ടി നമ്മുടെ രാജുവേട്ടൻ ആദ്യം ആ ബിൽഡിങ്ങിന്റെ മേലിൽ നിന്ന് ചാടി കാണിച്ചു കൊടുത്ത് അവൾക്ക് മോട്ടിവേഷൻ കൊടുത്ത് അവളെയും കൊണ്ടും ആ സ്റ്റണ്ട് ചെയ്യിപ്പിക്കും. വേണമെങ്കിൽ ഞാൻ ആദ്യം ഒന്ന് ചെയ്ത് കാണിക്കാം. അത് കണ്ടിട്ട് വിശ്വാസം തോന്നുന്നുണ്ടെങ്കിൽ മാത്രം മാഡം ചെയ്താൽ മതി. ആൻഡ് ആ സംഭവത്തിനൊക്കെ ശേഷം ടാർസൻ ആന്റണി എന്തു സാഹസികന എന്നും പറഞ്ഞ് ആ നായികയ്ക്ക് നമ്മുടെ രാജുവേട്ടനോട് ഒരു ക്രഷ് വരികയാണ്. ആൻഡ് ആ സന്തോഷത്തിൽ രാജുവേട്ടൻ ഒരു ഡാൻസ് കളിക്കാൻ പോകും. പക്ഷെ ഗൈസ്, ഇവിടെ ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ സിനിമയിലെ നായകനായ പ്രേമാനന്ദന് ആ നായികയോട് പ്രേമമാണ്. ഇനി ഈ പ്രേമാനന്ദന്റെ കാര്യം പറയുകയാണെങ്കിൽ മഹാ കഷ്ടമാണ്. ഇതുപോലൊരു ഊക്കുവണ്ടിയെ ഞാൻ വേറെ കണ്ടിട്ടില്ല. വന്നവരും പോയവരും വരെ ഊക്കിവിടും. ഇവന്റെയൊക്കെ സിനിമ കാണാൻ തിയേറ്ററിൽ 4, 3, 7 പേരെ. സ്വന്തം സിനിമയെ കുറിച്ചൊരു അഭിപ്രായം പറഞ്ഞാൽ ഞാൻ ഈ ഫൈറ്റ് പ്ലാൻ ചെയ്തത് ഡയറക്ടർ ഊക്കിവിടും. ആദ്യം നിനക്ക് പറഞ്ഞിട്ടുള്ളത് മര്യാദയ്ക്ക് ചെയ്ത് പടി. ഇനിയിപ്പോൾ ഒപ്പം അഭിനയിക്കുന്നവരുടെ സേഫ്റ്റിക്ക് വേണ്ടി ഒന്ന് ശബ്ദം ഉയർത്തിയാലോ? ഫുൾ സേഫ്റ്റി ഗ്യാരണ്ടി ചെയ്യാൻ ആരെ കൊണ്ടും പറ്റില്ല. എല്ലാവരും വട്ടം കൂടി നിന്ന് ഊക്കിവിടും. ഇടോ, താൻ ഓഡിയോക്കില്ല ചെയ്യുന്നില്ല, എന്നാൽ ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നവരുടെ കോൺഫിഡൻസ് കളയുന്നതിനാ. അങ്ങനെ നിരവധി ഊക്കുകൾ. ക്യാമറ ഇവിടെ താഴെ വെച്ചെടുത്ത ആളെ അറിയില്ല. ക്യാമറ എവിടെ വെക്കണം എന്ന് നീ പഠിപ്പിക്കണം. ഇങ്ങനെ ഈ ഊക്കുകളൊക്കെ ഏറ്റുവാങ്ങി സഹിച്ചും പുറത്തും ജീവിക്കുന്ന ഇടയിലാണ് അവൻ പ്രേമിക്കുന്ന പെണ്ണിനെ നമ്മുടെ രാജുവേട്ടൻ പ്രേമിക്കാൻ നോക്കുന്നത്. ആർക്കായാലും ദേഷ്യം വരില്ലേ? അങ്ങനെ ദേഷ്യം വന്ന പ്രേമാനന്ദൻ നമ്മുടെ ടാർസൻ ആന്റണിയെ ഒരു അതിസാഹസികമായ സ്റ്റണ്ട് ചെയ്യുമ്പോൾ ട്രെയിൻ ഓപ്പറേറ്റർക്ക് പൈസ കൊടുത്ത് കൊല്ലിക്കാൻ നോക്കും. പക്ഷെ അതിന്നൊക്കെ നമ്മുടെ ആന്റണി കഷ്ടിച്ച് രക്ഷപ്പെടും. ആൻഡ് ഈ സംഭവം പ്രേമാനന്ദൻ നമ്മുടെ ആന്റണിയെ സൈഡാക്കാൻ വേണ്ടി ചെയ്തതാണെങ്കിലും ശരിക്കും സൈഡായി പോയത് പ്രേമാനന്ദൻ തന്നെയാണ്. കാരണം ആ സംഭവത്തിന് ശേഷം താൻ കാരണം ആന്റണി ചാവാൻ വരെ പോയെന്ന സെന്റിമെന്റ്സിൽ നായികയ്ക്ക് നമ്മുടെ രാജുവേട്ടനോട് അടക്കാനാവാത്ത പ്രേമം വരികയാണ്. എന്നിട്ട് അവർ രണ്ടുപേരും കൂടി ഒരു ഡാൻസ് കളിക്കാൻ പോകും. സോ ഗൈസ്, അങ്ങനെ ആ പടത്തിന്റെ ഷൂട്ട് കഴിയും. പടം വൻ ഹിറ്റാവും. ഒപ്പം ടാർസന്റെ നായികയുടെയും പ്രേമം കൊടുമ്പിരി കൊണ്ടിരിക്കുകയാവും. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അനൂപണ്ണ മുന്നത്തെ പടത്തിന്റെ അതേ ടീമിനെ വെച്ച് മറ്റൊരു പടം പ്ലാൻ ആക്കുന്നത്. ആ പടത്തിന്റെ പേരാണ് ഹീറോ. അങ്ങനെ പ്രേമാനന്ദനെ നായകനാക്കി ആ പടത്തിന്റെ ഷൂട്ടിംഗും തുടങ്ങും. പക്ഷേ ഗൈസ്, ഷൂട്ടിങ്ങിന് വന്ന ഈഗോ കയറിയ പ്രേമാനന്ദൻ പറയും, എന്റെ പ്രേമം തകർത്ത ടാർസൻ ആന്റണി ഈ സിനിമയിൽ ഉണ്ടെങ്കിൽ ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കൂലെന്ന്. അത് കേട്ടതും പ്രേമാനന്ദൻ ഊക്കാൻ വേണ്ടി മറ്റൊരു അവസരം കൂടി കിട്ടിയ സന്തോഷത്തിൽ അനൂപണ്ണൻ ഒരു ട്രാൻസ്ഫോർമേഷണൽ ഊക്കൽ നടത്തുകയാണ്. ആന്റണി ഉണ്ടെങ്കില് നീ എന്റെ സിനിമയിൽ അഭിനയിക്കില്ല? ഇല്ല, ഈ സിനിമയില് നീ വേണ്ട. അതും കൂടി ആയപ്പോൾ ഈ ഊക്കുവണ്ടി ആയിട്ടുള്ള ജീവിതം മടുത്തു എന്നും പറഞ്ഞ് പ്രേമാനന്ദൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. അതോടെ ആ സെറ്റിൽ ഇനി ആര് ഈ സിനിമയിൽ നായകനായി അഭിനയിക്കുമെന്നും പറഞ്ഞ് ആകെ കൺഫ്യൂഷൻ ആവും. അപ്പൊ നമ്മുടെ അനൂപണ്ണൻ ഈ കാര്യങ്ങളൊന്നും അറിയാതെ അവിടെ കൂട്ടുകാരുടെ ഒപ്പം ഫലിതങ്ങൾ പങ്കുവെച്ച് നിൽക്കുന്ന നമ്മുടെ രാജുവേട്ടന് നേരെ കൈ ചൂണ്ടിക്കൊണ്ട് പറയുകയാണ്, അവനാണ് എന്റെ നായകൻ.
അതോടുകൂടി ടാർസൻ ആന്റണിയെ നായകനാക്കി ആ സിനിമയുടെ ഷൂട്ട് തുടങ്ങുകയാണ്. ആൻഡ് ഫസ്റ്റ് ഷോട്ടിൽ തന്നെ ആന്റണി കിടുക്കി. അങ്ങനെ ആ സന്തോഷത്തിൽ ആന്റണി ഒരു മോട്ടിവേഷണൽ സോങ്ങും വെച്ച് ഡാൻസ് കളിക്കാൻ പോകും. ഇങ്ങനെ ഹീറോ പടത്തിന്റെ ഷൂട്ടിംഗ് ഗംഭീരമായി പോയിക്കൊണ്ടിരിക്കുകയാവും. അപ്പോഴാണ് അത് സംഭവിക്കുന്നത്. ഈഗോ കയറിയ പ്രേമാനന്ദൻ നമ്മുടെ ടാർസന്റെ ഡാഡിനെ കൊല്ലും. അപ്പൊ അതിൽ ദേഷ്യം വന്ന ടാർസൻ പ്രേമാനന്ദനെ കൊല്ലാൻ വേണ്ടി പോവാൻ നിൽക്കുകയാവും. പക്ഷെ അപ്പോഴേക്കും അനൂപണ്ണം പറയും, നിന്റെ പ്രതികാരമൊക്കെ പിന്നെ ചെയ്യാലോ, ആദ്യം ഈ ഷൂട്ട് തീർക്കാൻ നോക്കിയെന്ന്. പ്രതികാരം നാളെ ചെയ്താൽ മതിയാ. അങ്ങനെ പ്രതികാരമൊക്കെ സൈഡാക്കി വെച്ച് ആ പടത്തിന്റെ ഷൂട്ട് തീർക്കുകയാണ് നമ്മുടെ രാജുവേട്ടൻ. ആൻഡ് ആ ഷൂട്ട് കഴിഞ്ഞതും രാജുവേട്ടൻ പ്രതികാരം തീർക്കാൻ വേണ്ടി ക്ലൈമാക്സ് നടക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. എന്നിട്ട് അവിടെ വെച്ച് ആന്റണിയും ഒരു അരമതിൽ ചാടാൻ പോലും പറ്റാത്ത പ്രേമാനന്ദനും കൂടി പറന്ന് നടന്നടിക്കുകയാണ്. അതിന്റെ അവസാനം പ്രേമാനന്ദന്റെ കൈയും കാലും മുടിച്ച് ഹീറോ പടത്തിന്റെ ഫാൻ ഷോ ടിക്കറ്റും കൊടുത്ത് ആന്റണി അവിടുന്ന് പോകും. അത് കണ്ട് ഓരോ ദിവസവും നീ വീണ്ടും വീണ്ടും മരിക്കണം. അവസാനം ആ ഹീറോ മൂവി റിലീസായി വൻ ഹിറ്റ് ആവുകയാണ്. ടാർസൻ ആന്റണി ഒരു വലിയ സൂപ്പർ സ്റ്റാറും ആവുകയാണ്. പടം കഴിഞ്ഞ് ആ സിനിമ കുറെ പാട്ടും ഡാൻസും ഉണ്ടായാൽ മതി, നമ്മൾ തിയേറ്ററിൽ പോയി കണ്ടോളാം എന്ന് നമ്മളാണ് ആ ധൈര്യം കൊടുക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലിലെ ബാക്കി വീഡിയോസായ മോൺസ്റ്റർ, കൂട്ടുകാർ, CBI5, ബിഗ് ബ്രദർ, സിദ്ധാർത്ഥ, അഞ്ചിരോ, അർജുനൻ, ബലറാം, ബസ്താരത, സ്ലൈ ലെവലൈല, ഡ്രാക്കുള, മൈ സ്റ്റോറി, റെയിൻ ട്രീ കമ്പകൻ, ശോഭരാജ്, മാമകം, കലണ്ടർ, ലോക്പാൽ, നമ്മൾ തമ്മിൽ, വന്ദേ മാതരം, കാമ്പോജി, സലാം കാശ്മീർ, നക്ഷത്രക്കണ്ണൂർ രാജകുമാർ, നവനൂർ രാജകുമാരി, കയ്യെത്തും ദൂരത്ത്, വൈറ്റ്, CIA, മിക്കായിൽ, വാറൻ ലവ്, കൃത്യം, നിറം തുടങ്ങിയ വീഡിയോസും നിങ്ങളൊന്ന് കാണണം പ്ലീസ്.